الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بل تؤثرون الحياة الدنيا والآخرة خير وأبقى സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരമദയാലുവായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറമിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അവിടെ വിജയിച്ച ആളുകളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പുതിയ ടെക്നോളജികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ ഏറ്റവും പുതിയ ഒരു ടെക്നോളജിയോട് ഒരു ബയാസ് ഇല്ലാതെ അൺബയാസായത് ഒരു നിരക്കുള്ള പക്ഷപാതിത്വവും കൂടാതെ വളരെ ലോജിക്കായി നിങ്ങൾ ഈ ലോകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മതം ഏത് എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് ChatGPT-യോട് ഏറ്റവും പുതിയ ഒരു ടെക്നോളജി എന്ന നിലയ്ക്ക് അതില് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാ നിലക്കുള്ള നിങ്ങളുടെ എല്ലാ ക്രിട്ടിക്കൽ തിങ്കിങ്ങും നിങ്ങൾ അതിന് അതിന് വേണ്ട എല്ലാം കൊടുത്തുകൊണ്ട് എന്റെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു പ്രോംപ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഉത്തരം ലോജിക്കലി, അതായത് നമ്മൾ എന്തുകൊണ്ടും എങ്ങനെ ചിന്തിച്ചാലും, ഇപ്പൊ എത്തിസത്തിന്റെ ആളുകളും മറ്റു മതത്തിന്റെ ആളുകളും ഒരുപാട് മതങ്ങളൊക്കെ ഉള്ള അതൊക്കെ പഠിച്ച് വിധേയമാക്കിയിട്ട് ഇത് പറയാണ് ഏറ്റവും നല്ലത് ഇസ്ലാമാണ്. നമ്മൾ അതിലേക്ക് ലോകത്ത് ഏറ്റവും പുതിയ ഒരു ടെക്നോളജി, ഇന്നത്തെ പുതിയ തലമുറ മുഴുവൻ നമ്മൾ പറയുന്നത് പോലെയുള്ള സംഗതികളല്ല ചിന്തിക്കുന്നത്. അവരിങ്ങനെ ഒരു നിലക്കുള്ള പക്ഷപാതിത്വവും കൂടാതെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മതമുണ്ടെങ്കിൽ മതം തന്നെ ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ആ മതത്തിൽ ശരിയാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിയത് ബുദ്ധിക്ക് അനുഗുണമായിട്ടുള്ളത്, അതുപോലെ ഈ പ്രപഞ്ചത്തിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മതം ഏത് എന്ന് കൃത്യമായി പ്രോംപ്റ്റ് ചെയ്തപ്പോ കൊടുത്ത ഉത്തരം ഇസ്ലാമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ
നമ്മുടെ യൂറോപ്യൻ അല്ലെങ്കിൽ പിന്നെ അമേരിക്കൻ നാടുകളിലൊക്കെ ഇനി ഇസ്ലാം ഒന്നുകൂടി ഭയങ്കരമായി വളർച്ച ഉണ്ടാവും. അങ്ങനെ ജീവിക്കുന്ന ആ നിലയ്ക്ക് ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ സമയത്തും ഈ സമയത്തും ഏറ്റവും അധികം കല്ലെറിയപ്പെടുക ഇസ്ലാമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാന നാട് വരുമ്പോ അവസാനത്തേക്കാകുമ്പോ ഇസ്ലാം ഇങ്ങനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് അവൻ അവന്റെ മതത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കണം. ഏതുപോലെ ഒരു തീക്കട്ട കയ്യിൽ പിടിച്ച ആ കനൽക്കട്ട കയ്യിൽ പിടിച്ച ആളെ പോലെ അത്രമാത്രം ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അവസാന നാളുകൾ ആകുമ്പോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് ഇതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നബി പറഞ്ഞത് യൂഷിക്കു അൻ തദാഅലൈക്കും അൽ ഉമമു, സമൂഹങ്ങൾ മുഴുവനും നിങ്ങൾക്ക് എതിരായി നിങ്ങളുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കുല്ലു ഉഫുഖിൻ, എല്ലാ ചക്രവാളങ്ങളിൽ നിന്നും. കമാ തദാഅൽ അഖലതു ഇലാ ഖസ്അതിഹ, ഒരു പാത്രത്തിലേക്ക് വിശക്കുന്ന ആളുകൾ അവർ പാത്രത്തിലേക്ക് കൈയിട്ട് മാന്തുന്നത് പോലെ എല്ലാ ചക്രവാളങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ആളുകൾ വിമർശിക്കാനുണ്ടാവും. അപ്പൊ പ്രവാചകന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, ഖൈല യാ റസൂലല്ലാഹ് അഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, അന്ന് നമ്മൾ കുറവായി കരുതി, നമ്മൾ കുറഞ്ഞ ആളായതുകൊണ്ടാണോ ആളുകൾ മുഴുവനും അങ്ങനെ നമ്മുടെ മേലേക്ക് മെക്കിട്ട് കയറാൻ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖാല ലാ, അല്ല, അന്ന് വലാകിന്നകും ഉസാഉൻ കഉസാഇന്റെ, നിങ്ങൾ അന്ന് ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ പൊന്തി നിൽക്കുന്ന നുരയും പതയും പോലെ ആയിരിക്കും. വയുൻസിഉർ റൂഉ മിൻ ഖുലൂബി അദുബികും ലിഹുബ്ബി ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾ അന്ന് ഒഴുകി വരുന്ന വെള്ളത്തിലെ നുരയും പതയും പോലെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, അന്ന് നിങ്ങൾക്ക് വഹന് ബാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് വഹനുണ്ടാകും, മാത്രമല്ല ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഒരു മതിപ്പ്, അല്ലെ പേടി ഇല്ലാതായിപ്പോയി. അപ്പൊ പ്രവാചകൻ സഹാബത്ത് ചോദിച്ചു, വഹൻ എന്താണ്? അപ്പോ നബി പറഞ്ഞു, ദുനിയാവിനോടുള്ള ഇഷ്ടവും നിങ്ങൾക്ക് മരണത്തോടുള്ള വെറുപ്പും ഉണ്ടാകും എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലേക്ക് വരും. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ മലവെള്ളപ്പാച്ചിലില് ആ ഒരു നൊരയും പതയും ആവാതെ ഈ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ സഹാബി സുഫിയാൻ ബിൻ അബ്ദുള്ള ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, നബിയെ, നിങ്ങളോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ലാത്ത വിധം ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം, ഇസ്ലാമിലെ ഒരു കാര്യം. കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിലെ ഒരു ഖൗല് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളോടും അതിന്റെ സംശയം അതെന്താണ് ഇങ്ങനെ ചോദിക്കാൻ ഇടവരാത്ത വിധം ഒരു നല്ല വർത്തമാനം, പ്രവാചകരെ എനിക്ക് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരും. അള്ളാന്റെ റസൂല് പറയാണ്, ഖാല ഖുൽ ആമൻതു ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറ. സുമ്മസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വേ അത് മുറുകെ പിടിച്ച് നീ മുന്നോട്ട് പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും നല്ല ഒരു പാതയിലാണ്. ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മളെ വഴിതെറ്റിക്കാൻ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ലക്ഷ്യബോധമുള്ള ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ദുനിയാവിൽ ഇത്രയേറെ ഭാഗ്യം ലഭിച്ച മനുഷ്യർ വേറെ ആരാള്? നമ്മൾ ലക്ഷ്യബോധമുള്ള, ഈ വഴി തെറ്റാതെ ഈ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു ബേജാറില്ല. ലക്ഷ്യബോധമുണ്ട്.
നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. ആ പരലോകം മറന്നുകൊണ്ടുള്ള ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല. നമ്മുടെ കച്ചവടം ഇസ്ലാമായിരിക്കണം, നമ്മുടെ ആസ്വാദനങ്ങൾ ഇസ്ലാമായിരിക്കണം, നമ്മുടെ വിവാഹം ഇസ്ലാമായിരിക്കണം, നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അത് ഇസ്ലാമാകണം. എന്തുകൊണ്ടാ? ലക്ഷ്യമുള്ള ആളുകളാണ്. നാളത്തെ ജീവിതത്തിൽ എന്റെ ഈ ആസ്വാദനത്തിന്, എന്റെ ഈ കച്ചവടത്തിന്, എന്റെ ഈ ഇടപാടിന്, എന്റെ ഈ സംസാരത്തിന് ഞാൻ സാക്ഷ്യം പറയണം, ഞാൻ ഉത്തരം പറയണം. എനിക്ക് ഇന്നാലിന്ന സ്ഥലത്തെത്താനുണ്ട്. മരണം കഴിഞ്ഞ്, ഖബർ ജീവിതം കഴിഞ്ഞ്, ബർസഖിയായ ജീവിതം കഴിഞ്ഞ് പരലോകത്ത് വിചാരണ ചെയ്യും. ഈ ബോധത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാത്തിലും ഈ ദീനുൽ ഇസ്ലാം ഉണ്ടാകണം. അതുകൊണ്ടാ നമ്മളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിമാന്മാരാണ്, നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. ലോകത്ത് പല ബുദ്ധിജീവികളെയും നിങ്ങൾ കാണും, പക്ഷെ ബുദ്ധിയുണ്ട് എന്നല്ലാതെ യഥാർത്ഥ ബുദ്ധി അവർക്കില്ല. യഥാർത്ഥ ബുദ്ധിയുള്ള ആളാണ് ഇന്നൽ കയ്യിസ ലിമൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നോക്കി, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നോക്കി, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ തന്റെ നഫ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആൾ. എന്റെ ഇച്ഛകൾക്കനുസരിച്ച് ഇങ്ങനത്തുള്ളല്ല. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക്, എന്റെ ഇച്ഛകൾക്ക് മുകളിൽ പടച്ച തമ്പുരാന്റെ ഇച്ഛകളാണ് എനിക്ക് വലുത്. അതാണ് എനിക്ക് വലുത്. റബ്ബിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. എന്റത് പിടിച്ചു വെക്കാൻ, അത് എനിക്ക് അത് പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയും. അങ്ങനെയുള്ള മനുഷ്യൻ വഅമില ലിമാ ബഅദൽ മൗത്ത്, എന്നിട്ട് അവൻ പ്രവർത്തിക്കുന്നതോ അവന്റെ മരണശേഷം അതിന് എന്ത് കിട്ടും എന്നാലോചിച്ചുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആൾ. ആരാണ് ബുദ്ധിമാൻ എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്, തന്റെ നഫ്സിനെ പിടിച്ചു നിർത്തിയിട്ട് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ബുദ്ധിമാൻ. വൽ ആജിസ്, ആരാണ് ദുർബലൻ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ അത്ബഅ നഫ്സഹു ഹവാഹു, അവന്റെ ഇച്ഛകൾക്കനുസരിച്ച്, ആ ഇച്ഛ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പിൻപറ്റുന്ന ആളാണ്. വതമന്ന അലല്ലാഹ്, അല്ലാഹുവിൽ വ്യാമോഹം വെച്ച് പുലർത്തുന്ന ആളാണ്. അപ്പൊ നമ്മൾ ബുദ്ധിമാന്മാരായ, ഏറ്റവും ലക്ഷ്യബോധം നിറഞ്ഞ സഹോദരങ്ങളും സഹോദരിമാരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദീന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്കുണ്ടാവണം. നമ്മുടെ ലക്ഷ്യമാകുന്ന ആഖിറം, അതാണ് ഏറ്റവും ശാശ്വതമായത് എന്ന ബോധ്യവും നമുക്ക് വേണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതം. ചില ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും കാണാം, ചില ആളുകൾ ദുനിയാവിലെ ഏറ്റവും വലിയ സർവ്വതായി, വലിയ സമ്പത്തിന്റെ ഒരു കേന്ദ്രമായി കാണുന്ന ആളുകൾ ഉണ്ടാകും. എന്നാൽ അതൊക്കെ അവസാനിക്കും. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആഖിറത്താണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതും. ഈ ബോധ്യമുള്ളവനാ മുസ്ലിം മുഅ്മിൻ. അതുകൊണ്ടാ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, റളീതു ബില്ലാഹി റബ്ബാ വബിമുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉറപ്പിച്ച് പറയാ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം വരെ റബ്ബ് എന്റെ റൂഹിന് അവധിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിതാ രാവിലെ പ്രഖ്യാപിക്കാൻ പോകുകയാണ്, റളീതു ബില്ലാഹി റബ്ബാ, എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യം തന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, തൃപ്തിപ്പെടുന്നു. വബി മുഹമ്മദിൻ റസൂലാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ആ റസൂൽ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ തൃപ്തിപ്പെടുന്നു. വബിൽ ഇസ്ലാമി ദീനാ, എനിക്ക് എഴുന്നേൽക്കാൻ എനിക്ക് അല്ലാഹു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗ്യം ലഭിച്ച ഞാന് ഇസ്ലാമായിക്കൊണ്ട് അല്ലാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നവനായി ഞാനിതാ എഴുന്നേൽക്കുന്നു, അത് ഞാൻ തൃപ്തിപ്പെടുന്നു. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുന്നേറാൻ കഴിയണം. അങ്ങനെ വരുമ്പോ നമ്മള് ഇസ്ലാമിന്റെ ചില കാര്യങ്ങളെ
ആ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്ന് പ്രതികരിച്ചു പോകും. അത് പ്രതികരിക്കും. അപ്പം അപ്പൊ പ്രതികരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള വിധേയത്വമോ ആയിരിക്കാൻ പാടില്ല. നമ്മുടെ പ്രതികരണത്തിന്റെ മാനദണ്ഡം എന്താ? നമ്മുടെ പ്രതികരണത്തിന്റെ മാനദണ്ഡം ധാർമ്മിക മൂല്യങ്ങളെ ഇല്ലാതാക്കി കളയുന്ന എന്റെ വ്യക്തി, കുടുംബങ്ങളിൽ എന്റെ സാമൂഹികമായ എന്റെ ദീനുൽ ഇസ്ലാമിന്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു ഭാഗമാണ് ഇന്ന വിഷയമെങ്കിൽ ഇല്ല, അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അയാൾ ദീന് പിടിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അതുണ്ടാവും. അത് ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഇപ്പൊ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ അധികവും നമുക്കറിയാം ഒരുപാട് ലഹരിയുടെ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഭരണകൂടവും സംവിധാനങ്ങളും അതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും അതിന്റെ ലോബിയിൽ പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. വലിയ ഒരു സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പരിഹാരമായി ഏതെങ്കിലും തൊലിപ്പുറത്തുള്ള ചികിത്സകളെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും കഴിയില്ല. കാരണം ലഹരിയിൽ നിന്ന് എങ്ങനെ ഒരു മനുഷ്യനെ മുക്തി നേടാം എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അത് കൃത്യമായി പറഞ്ഞുകൊടുത്തുണ്ട്. ഏതെങ്കിലും ഡാൻസ് കളിപ്പിച്ചതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ലഹരിയിൽ നിന്ന് മക്കൾ മാറി നിൽക്കണം എന്നില്ല. ഡാൻസിനേക്കാൾ അപ്പുറത്ത് ഈ ഡാൻസ് തന്നെ കളിക്കുന്ന അത് പ്രചാരത്തിൽ കൊണ്ടുവന്ന നാടുകളിൽ പോലും പലപ്പോഴും ഈ ഡാൻസിന് പോലും ഉത്തേജകമാകാൻ വേണ്ടി ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ആ ഡാൻസ് അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് പരിഹാരമല്ല, മറിച്ച് അത് നമ്മളെ കൊണ്ടുപോകുക ഇബ്ലീസ് അത്തരം ആൺ പെൺ ഇടകലർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ പലപ്പോഴും എത്തിക്കുക ഇബ്ലീസ് അനാവശ്യമായ ചിന്തകളിലേക്കും ഏറ്റവും വൃത്തികെട്ട വഴികളിലേക്കും ഒക്കെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. മനസ്സങ്ങനെ. അപ്പൊ ഇബ്ലീസിന് ഇടം നൽകുന്ന നമ്മുടെ ഇസ്ലാമിനെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ഇല്ല, നോ എന്ന് പറയാൻ നമുക്ക് ഇസ്ലാം തുണയാകണം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ആണും പെണ്ണും ഡാൻസ് ഒരുമിച്ച് കളിച്ചപ്പോ ദീന് മുറിഞ്ഞു, അത്ര ഞങ്ങൾ ഇസ്ലാമുള്ളൂ എന്ന് ചോദിക്കും. അതല്ല, ഒരാണ് ഒരു പെണ്ണിന് കൈ കൊടുത്താൽ ഇസ്ലാം തകർന്നുവോ എന്ന് ചോദിക്കും. ചിലപ്പോ ആളുകൾ ചോദിക്കും, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തകരുന്നതാണോ ഇസ്ലാം എന്നൊക്കെ ആളുകൾ ചോദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ചിന്ത വരുന്നത് ഈ ഡാൻസ് നടപ്പിലാക്കി അങ്ങനെയൊന്നുമല്ല. ഈ ചിന്ത വരുന്നത് ലിബറൽ ചിന്താഗതി നമ്മുടെ കുട്ടികളിലേക്ക് ഇട്ടുകൊണ്ടാണ്. ഈ ലിബറൽ ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ചിന്താഗതിയിലേക്ക് മക്കൾ എത്തുന്നത്. അപ്പൊ തടയേണ്ടത് എന്താ? ഈ മക്കളുടെ ഈ ലിബറൽ ചിന്താഗതിക്ക് വളം വെക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൊടുക്കേണ്ടത്. ഇസ്ലാം അതാ കൊടുത്തത്. ഇസ്ലാം നമ്മൾ നോക്കൂ, ആസ്വാദനങ്ങൾക്ക് ഒരു പ്രോത്സാഹനവും നൽകാത്ത മതമാണ് ഇസ്ലാം. അല്ല, ആസ്വാദനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തൊരു മതമാണ്. പക്ഷെ ആസ്വാദനങ്ങളോടൊപ്പം ഉത്തരവാദിത്വവും കൊടുത്തു ഇസ്ലാം. കുടുംബം എന്ന് പറയുന്നത് ആസ്വാദനത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഇസ്ലാം ആസ്വാദനത്തിന്റെ ഒരു വഴിയായി പറയുന്നത് കുടുംബമാണ്. നോക്കി, ആ കുടുംബത്തെ ആസ്വാദനത്തിന്റെ മാർഗമാക്കിയപ്പോ അവിടെ ഇസ്ലാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കൊടുത്തു, റെസ്പോൺസിബിലിറ്റിയും കൊടുത്തു. അങ്ങനെ ഉത്തരവാദിത്വം കൊടുത്തപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്തായി? ഏറ്റവും നല്ല ഒരു ക്രമീകരണം അവിടെ ഉണ്ടായി. എന്നാൽ പലപ്പോഴും ഈ ലിബറൽ ചിന്താഗതിയിൽ എന്താ? ആസ്വാദനങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഇല്ല. ലിബറൽ ചിന്താഗതിയിൽ എനിക്ക് എന്റെ ശരീരം, ആ ശരീരത്തോട് ആരും ചോദിക്കേണ്ടതില്ല, ആർക്കും ഉത്തരം പറയേണ്ടതില്ല എന്ന ഒരു ചിന്തയിലേക്ക് ഒരു കുട്ടി വളർന്നു വന്നാൽ അവനെ പിടിച്ച് ചോദിക്കാൻ, അവനോട് ഇന്നത് ചെയ്തത് എന്ത് എന്ന് ചോദിക്കാൻ വകുപ്പില്ല. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ബോഡി എന്റെ ചോയ്സ് ആണ്, അവിടെ നീ ഇടപെടരുത്, ആ റെസ്പോൺസിബിലിറ്റി അതിലില്ല. അങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടേക്കെത്തും? ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി മാറും.
ആ ലജ്ജയില്ലാത്ത സമൂഹം എന്തു ചെയ്യും? തോന്നിയതെന്തും ചെയ്യും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് ലജ്ജയില്ലാത്ത സമൂഹത്തിന് വരുന്ന അപകടങ്ങളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്ന ലികുല്ലി ദീനിൻ ഖുൽഖൻ. എല്ലാ മതങ്ങൾക്കും എല്ലാ ആളുകൾക്കും ചിലപ്പം സ്വഭാവം ഉണ്ടാകും. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് ഹയാ, ലജ്ജ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ അൽ ഹയാ മിനൽ ഈമാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിമിന്റെ അവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈമാൻ എന്ന് പറയുന്നത് ലജ്ജ. ഈമാൻ അവന്റെ ഈമാനിൽപ്പെട്ട ഒന്നാണ് ലജ്ജ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ലജ്ജ അവന് നിർബന്ധമാണ്. ആ ലജ്ജ അവന് മാറ്റി വെക്കാൻ ഒരു നിലക്കും കഴിയില്ല. ഇൻ കേസ് അതെങ്ങാനും ഇല്ലാതെ പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ. ഈ ഈമാനും ഹയാഉം ലജ്ജയും രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാ. ഫഇദാ റുഫിയ അഹദുഹുമാ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ വറുഫിഅൽ ആഖിർ, രണ്ടാമത്തെ ഉണ്ടാവില്ല. ലജ്ജല്ലേ ഓന്റെ ഈമാൻ ഉണ്ടാവില്ല, ഈമാനില്ലേ ഓന്റെ ലജ്ജ ഉണ്ടാവില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ ചില ഐഡന്റിറ്റികളാണ്. ആ ഐഡന്റിറ്റികളെ നമ്മൾ ലിബറൽ ചിന്താഗതിയുടെ ഭാഗമായി നമ്മൾ വിട്ടുകൊടുത്താൽ പലപ്പോഴും നമ്മൾ എത്തുക ലജ്ജല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള മ്യൂസിക്കുകളും ഒക്കെ ആയി നമ്മൾ ഇബ്ലീസിയൻ ചിന്തയിലേക്ക് കടന്നുപോയാൽ അവിടെയും നമുക്ക് സംഭവിക്കുക ഇത് തന്നെയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പണം കൊടുത്തു വാങ്ങാണ് ലഹുവൽ ഹദീസ്. ഈ ലഹുവൽ ഹദീസിന് മുഫസ്സിരിങ്ങളൊക്കെ വിളിച്ചെന്താ? ഈ സംഗീതോപകരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന വല്ലാത്ത ഒരു ജ്വരമുണ്ട്. ആ ജ്വരം അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വ്യർത്ഥമായ വിനോദങ്ങളെ പണം കൊടുത്തു വാങ്ങി. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹ്. അത്തരം രംഗങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തന്ന് വഴിമാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. എന്റെ കുട്ടിയിൽ, എന്റെ ഭാര്യയിൽ, എന്റെ കുടുംബത്തിൽ ഇസ്ലാമികപരമായിട്ടാണോ അത് നമ്മൾ നോക്കണം. കാരണം നമ്മുടെ ലക്ഷ്യബോധമുള്ള ആൾക്കാരാണ്. നമ്മൾ വെറുതെ ഇവിടെ ജീവിക്കല്ല, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ചിലപ്പോ നമ്മൾ പറയുന്ന സമയത്ത് ആളുകൾ എതിർക്കും. അപ്പോ തീ കയ്യിൽ പിടിച്ച ആളെപ്പോലെ നിൽക്കേണ്ടി വരും. എന്റെ ദീനാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നു പോകില്ല. നമ്മളെ രക്ഷിക്കാൻ, നമുക്ക് തണലേക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ അതിന് സമാനമാക്കിയിട്ട് അതിനുതകുന്ന ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മുടെ ഡ്രസ് കോഡ് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ സംസാരം, മുസ്ലിമിന്റെ സംസാരം, ഒരു ഐഡന്റിറ്റി, അതൊക്കെ വളരെ കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് നമുക്ക് ഇതിനൊക്കെ അതേ സമയത്ത് ഈ ലഹരി പോലെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്ന് നമ്മുടെ മക്കളെയും കുടുംബത്തെയും നാടിനെയും ഒക്കെ രക്ഷിക്കാൻ ഇവിടുത്തെ ഭരണകൂടം നടത്തുന്ന എല്ലാ ശ്രമങ്ങളോടും നമ്മൾ സഹകരിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും അത്രയേറെ എഫേർട്ട് അവർ എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മളതിനെ ഇല്ലാതാക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതേ സമയത്ത് നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മൾ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക നിയന്താവായ രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മേഖലകളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.
ഈ ഒരു മാസത്തിൽ നമുക്ക് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, ഈ മാസത്തെ നഹ്സായി, അതൊരു ശകുനമായി, അപശകുനമായി കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോമ്പ് നോൽക്കുക എന്നതാണ്. താസുആവും ആശുറാവും ഇന്ന് അതിന്റെ ദിവസമാണ്, ഇന്നും നാളെയും. അപ്പോ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഷഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ നോറ്റിരുന്ന ഒരു നോമ്പും ഈ നോമ്പാണ്. പിന്നീട് റമളാൻ വന്നപ്പോൾ, റമളാൻ നിർബന്ധമാക്കിയപ്പോഴാണ് പ്രവാചകൻ ഇത് സുന്നത്തായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നാട്ടിലുള്ള ആളുകളൊക്കെ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബനൂ ഇസ്രായേൽ സമൂഹത്തെ അവരെ രക്ഷിച്ച് കൊണ്ടുപോയി, അവരെ രക്ഷിച്ച അതുമായി ഓർത്തുകൊണ്ട് ഉള്ള അതിനെ സ്മരിക്കുന്നതാണ് ജൂതന്മാർ. അതിനെ സ്മരിച്ചുകൊണ്ടാണ് അന്ന് നോമ്പ് നോറ്റിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇത് നിങ്ങളെക്കാൾ അർഹൻ. മദീനത്തെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സന്ദർഭത്തിൽ പറഞ്ഞു, ഈ നോമ്പ് നിങ്ങളെക്കാൾ ഏറ്റവും അതിനർഹർ ഞങ്ങളാണ്, ഞങ്ങളും ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അന്ന് പറഞ്ഞു, 9 ഞാൻ നോൽക്കും. 10 നോറ്റിരുന്ന അവർക്ക് ഒന്ന് വിപരീതമാകാൻ വേണ്ടി 9 ഞാൻ നോൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ 2 നോമ്പും നമ്മൾ നോൽക്കണം. അതിൽ നാളെ 10ാമത്തെ നോമ്പാണ്. ആ നോമ്പ് നോറ്റ് കഴിഞ്ഞാലുള്ള മെച്ചെന്താണ്? സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വ സനതല്ലതി ബഅദഹു. അറഫ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മുൻകഴിഞ്ഞതും വന്നുപോയതും വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുന്ന. എന്നാൽ ഈ മുഹറമിലെ ഈ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു, അതിന് മുമ്പ് കഴിഞ്ഞു പോയ, നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന ഒരു നോമ്പാണ് നാളെയുള്ള നോമ്പ്. എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ അതെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ ഈ മുഹറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഷഹറുള്ള, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സംസാരങ്ങൾക്ക് എല്ലാ സന്ദർഭത്തിലും നമ്മൾ പറയുന്നത് പോലെ ഇബാദത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ, നമ്മുടെ മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, നന്മകൾ ചെയ്യുക, അത് ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നന്മയിൽ മുന്നേറുന്ന ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകുന്ന പാപികളാണ് നമ്മളെല്ലാവരും. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ രോഗികളാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരു സഹോദരന്റെ ഭാര്യ അവരുടെ കണ്ണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രയാസത്തിലാണ്. ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു, മറ്റേ കണ്ണും ആ രൂപത്തിൽ ഇങ്ങനെ ആവുകയാണ്. അപ്പം നമ്മൾ പരമാവധി ആളുകൾക്ക് വേണ്ടി, ഇത്തരം രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, അവരനുഭവിക്കുന്ന പ്രയാസം അതികഠിനമാണ്. റഹ്മാനായ നാഥ, അവരുടെ ആ പ്രയാസത്തിൽ നിന്ന് അവരെ നീ മുക്തി നൽകി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ സഹോദരന്റെ അമ്മോച്ചൻ കാക്ക ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസത്തിലാണ്. അൽഹംദുലില്ലാഹ് ചെറിയ ഭേദം വരുന്നുണ്ട്. അള്ളാഹുവേ, പൂർണ്ണമായ ശിഫ നൽകി അത്തരം ആളുകളെ നീ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിങ്ങൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവേ രോഗത്തിൽ നിന്നുള്ള പൂർണ്ണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വീടുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളം വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ, തൊഴിലിൽ എല്ലാത്തിലും നീ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ നിലക്കും രക്ഷപ്പെടുന്ന, പരലോകത്ത് അള്ളാഹുവേ നിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല
മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോരിത്തരുമ്പോ അത് ഏറ്റുവാങ്ങാൻ കഴിവുള്ള ആളുകളാക്കി അതിന് യോഗ്യരാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഠിനമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മുസ്ലിമായി എന്നതുകൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവേ എല്ലാ നിലക്കുമുള്ള ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാം മുറുകെ പിടിച്ച് എവിടെയും ഇസ്സത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.